ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡീപ്പ് ക്ലീൻ വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളിന് മുമ്പുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. വീടൊന്ന് ഒരുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുടുംബക്കാരും എല്ലാവരും നമ്മളെ വീട്ടിലേക്കെല്ലാം വരും. അപ്പം അതുകൊണ്ട് നമ്മൾ വീടെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടാൽ നമുക്ക് നല്ല ക്രെഡിറ്റ് എല്ലാം കിട്ടുമ്പോൾ സന്തോഷമല്ലേ. അപ്പം ഞാൻ നമ്മളെ പെരുന്നാളിൻ്റെ അപേക്ഷിച്ചുള്ള മുന്നോടിയായിട്ടുള്ള ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീൻ ആണെന്ന് തന്നെ പറയാം. കാരണം റമദാൻ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് റമദാന് മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഡീപ്പ് ക്ലീൻ ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും പൊടിയോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ അടിക്കുമ്പം നമ്മൾ അടിക്കുന്ന സമയത്ത് കണ്ടാൽ വണ്ണാമ്പലും കാര്യങ്ങളെല്ലാം ഞാൻ അപ്പോൾ തന്നെ എടുത്ത് കളയുന്നതുകൊണ്ട് അങ്ങനെ കച്ചറിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്നാലും ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പം ഞാൻ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചുമരത്തെല്ലാം വണ്ണാമ്പലൊന്ന് നീക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനലിൻ്റെ ഈ പാളിയിലെല്ലാം വണ്ണാമ്പലോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു പൊടി മാതിരി ഉണ്ട്. അപ്പോൾ ആ പൊടി ഞാൻ ഈ ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്ര ഇതായിട്ട് പൊടിയായിട്ട് ഉണ്ടായിട്ടാട്ടോ. അതായപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പൊടി തട്ടുമ്പോൾ ആകെ നല്ല രീതിക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നതിൽ ബാത്റൂമാണ് കേട്ടോ. അടുത്ത കുഴൽ കിണറില്ലേ, അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കളർ ഒരു മഞ്ഞ കളറെല്ലാം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ബാത്റൂം 2 ദിവസം കൂടുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു 2 ദിവസത്തിന് ശേഷം ക്ലീൻ ആക്കാതെ നിന്നാൽ ഫുള്ളായിട്ട് മഞ്ഞക്കറ പൊടിക്കൂടെ. പിന്നെ അത് ക്ലീൻ ആക്കുമ്പോൾ തന്നെ പോകുന്നുട്ടോ. ഫസ്റ്റെല്ലാം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് വരുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. പിന്നെ ഞാൻ അത് പിന്നെ 2 ദിവസം കൂടുമ്പോൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ ആ ഒരു കറ അവിടെ പറ്റി പിടിക്കുന്നില്ല, പെട്ടെന്ന് അത് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കുഴൽ കിണറിലെ ആ ഒരു വെള്ളം കൊണ്ട് നമ്മളെ ബാത്റൂമിൽ ഇങ്ങനെ നല്ല രീതിക്ക് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നതെന്നും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. പുതിയ വ്യവസായങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. പിന്നെ വീഡിയോയ്ക്ക് ഹൈപ്പും കൂടി തരാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ. അപ്പോൾ ഹൈപ്പ് എന്ന ബട്ടണിൽ ഞെക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് കാണാം. ഇല്ലെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പിൻ്റെ ചിഹ്നം വരും കേട്ടോ. അപ്പം ആ ഒരു ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ ഏണിക്കൂടിൻ്റെ മുകളിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് വണ്ണാമ്പലെല്ലാം ഒന്ന് പൊടി തട്ടി കൊടുത്ത് പിന്നെ ബേസെല്ലാം ഞാൻ നല്ല ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ കിച്ചൺ കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടാ. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഇടയ്ക്ക് ക്ലീൻ ആക്കിയില്ലെങ്കിലില്ല നല്ലോണം പറ്റിപ്പിടിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കബോർഡെല്ലാം ക്ലീൻ ആക്കാൻ ഇങ്ങനെ കറിയോ കാര്യങ്ങളോ ഇളകിപ്പോയില്ലെങ്കിൽ ടർപ്പിൻ്റെ ഓയില് ജസ്റ്റ് ഒന്ന് തുണിയിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ആ ഒരു കറ നീക്കി കിട്ടും കേട്ടോ. പിന്നെ ഞാനൊന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം.
പിന്നെ ഉള്ളെല്ലാം അടിക്കലും തുടക്കലെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ട് നമ്മളെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൃത്തിയാക്കേണ്ട ഒരു ഏരിയ പിന്നെ ബാത്റൂമും കൂടിയല്ലേ. അങ്ങനെ ഞാൻ ബാത്റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല രീതിക്ക് മഞ്ഞ കളർ വരും കേട്ടോ 2 ദിവസം തുടക്കിയില്ലെങ്കിൽ. അപ്പം ഞാൻ ഇതൊന്ന് നല്ല രീതിക്ക് ബ്രഷ് കൊണ്ട് ഞാൻ മറ്റേ വാഷ് ചെയ്യുന്ന ലിക്വിഡില്ല അത് വെച്ചിട്ടാണ് കേട്ടോ ഫ്ലോറെല്ലാം തുടക്കൽ ചുമരെല്ലാം പിന്നെ ക്ലോസറ്റ് എല്ലാം ആർപ്പിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് പിന്നെ 2 ദിവസം കൂടുമ്പം ഇങ്ങനെ നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു മഞ്ഞ കളറിൽ നിന്ന് നമുക്ക് ബാത്റൂം ഇപ്പോൾ ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്.